ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുൻ പൂജയോട് പറയാണ്, നന്ദൻ അങ്കിൾ തെറ്റുകാരനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ അഞ്ജന എന്ന് പറഞ്ഞ സ്ത്രീയെ കല്യാണം കഴിക്കാൻ നന്ദൻ അങ്കിൾ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ടാണ് അവരെ സ്നേഹിച്ചതും എല്ലാം. പക്ഷേ അവരായിട്ടാണ് നന്ദൻ അങ്കിളിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയത്. എന്നെ ഇനി അന്വേഷിച്ചു വരരുതെന്നും എനിക്ക് നിങ്ങളെ കാണണ്ടേ, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ആ സ്ത്രീ പോയത്. പിന്നീട് നന്ദൻ അങ്കിൾ എന്ത് ചെയ്യാനാണ്? അങ്കിളുടെ അച്ഛനാണെങ്കിലോ വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു. പിന്നെ നന്ദൻ അങ്കിളിന് അത് അനുസരിക്കുകയല്ലാതെ മറ്റെന്ത് വഴിയാണുള്ളത്? അതുകൊണ്ട് എനിക്ക് നന്ദൻ അങ്കിളുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ പൂജയെ. അങ്ങനെ പൂജയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ പൂജയോട് അർജുൻ പറയാൻ, നീ നിൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിക്കണം, എന്നിട്ട് അച്ഛനെ സമാധാനിപ്പിക്കണം. കാരണം നീ കൂടി ഇങ്ങനെ പെരുമാറിയാൽ ഒരു പക്ഷേ നന്ദൻ അങ്കിൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. പിന്നീട് പറഞ്ഞിട്ടും ദുഃഖിച്ചിട്ടും കാര്യമുണ്ടാവില്ല കേട്ടോ പൂജ എന്ന് പറയാണ്. അങ്ങനെ നന്ദഗോപനെ വിളിക്കാം എന്ന് അങ്ങ് പൂജ പറയണം കേട്ടോ. അപ്പോൾ പൂജ പറയുന്നുണ്ട് അർജുനോട്, അങ്ങനെ ആ സ്ത്രീക്ക് അതിലൊരു അച്ഛനിൽ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എനിക്കൊന്ന് പോയി കാണണം അജുവേട്ട എന്ന് പറയുമ്പോൾ, അതിന് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ അതിനെ പോയി കാണാം. പക്ഷേ നിൻ്റെ മനസ്സിലെ ദേഷ്യമൊക്കെ കണ്ടില്ലേ ഇപ്പോൾ പോയത് എന്നങ്ങ് പറയുമ്പോൾ, അങ്ങനെയല്ല അജുവേട്ട, അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇപ്പോൾ എൻ്റെ അതേ പ്രായം തന്നെ ആയിരിക്കും, അങ്ങനെയല്ലേ വരികയുള്ളൂ എന്ന് അർജുനോട് ചോദിക്കുമ്പോൾ അർജുൻ തന്നെ ഒന്ന് പൂജയെ അങ്ങനെ നോക്കിയിട്ട് പറയണേ, കൂടപ്പറപ്പല്ലെങ്കിലും നിനക്ക് അവരെ കാണാനുള്ള ഒരു ആകാംക്ഷ കണ്ടില്ലേ എന്നൊക്കെ പറയട്ടോ. അത് ഉണ്ടാവില്ല അർജുവേട്ടാ, എന്തായാലും ഈ പ്രശ്നമൊന്ന് മാറട്ടെ, എന്നിട്ട് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ പോയി കണ്ടിരിക്കും എന്നങ്ങ് അർജുൻ പൂജയോട് പറയണേ. പിന്നീട് വീട്ടിലെത്തിയ പൂജ നന്ദഗോപനെ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് അച്ഛനോട് സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം നന്ദഗോപനാണെങ്കിൽ ആകെ വിഷമിച്ചുകൊണ്ടിരിക്കാവും. പൂജയും എന്നെ അങ്ങ് വെറുത്തിട്ടുണ്ടാവും, ഈ അച്ഛൻ ഒരു വൃത്തികെട്ടവനാണെന്ന് കരുതിയിട്ടുണ്ടാവും എന്നുള്ള സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ നന്ദഗോപൻ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നന്ദഗോപൻ പൂജയോട് പറയുന്നുണ്ട്, അച്ഛൻ ചതിച്ചതല്ല, അച്ഛൻ ആ കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ്. പിന്നീട് ഒരിക്കലും എന്നെ കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞ് അവൾ പോകുന്ന സമയത്തൊന്നും അവൾ ഗർഭിണിയാണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ കമ്മീഷണറാണ് എന്നോട് പറഞ്ഞത്, അതും നീ ജനിച്ച് 3 വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് കമ്മീഷണർ എന്നോട് ഇക്കാര്യം പറഞ്ഞത് എന്നൊക്കെയാണ് കേട്ടോ പൂജയോട് നന്ദഗോപൻ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ അർജുൻ്റെ ആ ഉപദേശം കൊണ്ട് തന്നെ പൂജയ്ക്ക് നന്ദഗോപൻ തെറ്റുകാരനല്ല എന്ന് മനസ്സിലാവാണ്. എന്നിട്ട് നന്ദഗോപനോട് പറയുന്നുണ്ട്, അമ്മയുടെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കും, എന്നിട്ട് അച്ഛനും അമ്മയും ഞാനും സന്തോഷത്തോടു കൂടി ജീവിക്കും, അത് അച്ഛന് ഞാൻ തരുന്ന വാക്കാണ് എന്നൊക്കെ നന്ദഗോപനോട് പൂജ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ അർജുൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ അരുണിമയും കൂട്ടിയിട്ട് സൂര്യപ്രഭയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും അവിടെ വിശ്വനാഥൻ അച്ഛനും ഉണ്ടാവും. അങ്ങനെ സ്വാമിയും വിശ്വനാഥൻ അച്ഛനും കൂടി അരുണിമയെ ഉപദേശിച്ചു കൊടുക്കാം, എന്നിട്ട് നന്ദനുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് എല്ലാവരും. അങ്ങനെ പൂജയും അർജുനും അരുണിമയും കൂടിയിട്ട് അവിടേക്ക് ചെല്ലുകയാണ്. സൂര്യപ്രഭയിൽ ചെന്ന ശേഷം വിശ്വനാഥൻ അച്ഛൻ അരുണിമയോട് പറയുന്നുണ്ട്, നമുക്ക് ചെറിയ ജീവിതമേ ഉള്ളൂ, ആ ജീവിതത്തിൽ പകയും വിദ്വേഷവും എന്തിനാണ് ഈ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് നന്ദൻ പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് നന്ദൻ ചെയ്തു എന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അരുണിമ, നീ സന്തോഷത്തോടു കൂടി നന്ദനുമൊത്ത് ജീവിക്കണം. പൂജയുടെ ഒരു വലിയ ആഗ്രഹമാണ്. പൂജ ചെറുപ്പം മുതലേ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ വളർന്നു പോയ കുട്ടിയാണ്. അതുകൊണ്ട് ഇനിയും അവളെ ശിക്ഷിക്കരുത്. ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തിന് ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു കഥ മനസ്സിൽ വെച്ച് നീ എന്തിന് നന്ദനെ ഇങ്ങനെ വെറുക്കണം എന്നൊക്കെ അങ്ങനെ ചോദിച്ച് അരുണിമയെ അങ്ങ് ഉത്തരം മുട്ടിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ സ്വാമിയും വിശ്വനാഥൻ അച്ഛനും കൂടി അരുണിമയുടെ മനസ്സങ്ങ് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ അരുണിമ തീരുമാനിക്കാൻ കേട്ടോ, പൂജമോൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നന്ദനുമൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ പൂജയോടും അർജുനോടും പറയാൻ കേട്ടോ, നന്ദഗോപനുമായിട്ട് ജീവിക്കാം എന്നുള്ളത്, നിൻ്റെ അച്ഛനുമൊത്ത് ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നങ്ങ് പറയാണ്. അത് കേൾക്കുമ്പോൾ പൂജയ്ക്കും അർജുനും അങ്ങ് സന്തോഷം വരികയാണ് കേട്ടോ. അങ്ങനെ നന്ദനും അരുണിമയും പൂജയും അർജുനും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ്. അരുണിമ നന്ദൻ്റെ വീട്ടിലേക്ക് പോവാം എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ അച്ചമ്മ ഈ കാര്യം അറിഞ്ഞാൽ അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷം വരികയാണ്. അങ്ങനെ അച്ചമ്മ പിന്നീട് നന്ദഗോപനോട് അരുണിമയുടെ തലയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കാൻ വീണ്ടും പറയും. അങ്ങനെ ഒരു രണ്ടാമതൊരു വിവാഹം പോലെ തന്നെയാണ് അരുണിമയും നന്ദഗോപനും ഒന്നിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു സീൻ റീമേക്കിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നന്ദഗോപൻ അരുണിമയുടെ കഴുത്തിൽ താലി കെട്ടുകയും സിന്ദൂരം ചാർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അർജുൻ കമ്മീഷണറെ കാണാൻ വേണ്ടി കമ്മീഷണറുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കോളിംഗ് ബെൽ
കതകെല്ലാം അങ്ങ് അമർത്തുകയാണ്. അങ്ങനെ ആരാണ് വന്നിരിക്കുന്നത് എന്നറിയാതെ കമ്മീഷണർ കതക് അങ്ങ് തുറക്കാനുണ്ടോ. തുറന്നതോടുകൂടി അർജുനെ കമ്മീഷണർ ഒന്നങ്ങ് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അർജുൻ കമ്മീഷണറെ പിടിച്ചങ്ങ് തള്ളുകയാണ്. തള്ളിയതോടുകൂടി കമ്മീഷണർ നേരെ സോഫയിലേക്ക് ചെന്ന് അങ്ങ് വീഴുകയാണ്. അപ്പോഴത്തേക്കും കമ്മീഷണർ അരയിലുള്ള തോക്കങ്ങ് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അർജുൻ്റെ നേരെ അങ്ങ് വെടിവെക്കാൻ വേണ്ടി അങ്ങ് നോക്കുകയാണ്. അപ്പോഴത്തേക്കും അർജുൻ കമ്മീഷണറുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് ആ തോക്കങ്ങ് കൈക്കലാക്കുകയാണ്. എന്നിട്ട് കമ്മീഷണറെ നന്നായിട്ട് തന്നെ അടിക്കുന്നുണ്ട്. കവളൊക്കെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ കമ്മീഷണറോട് തോക്ക് ചൂണ്ടിയിട്ട് അർജുൻ പറയാണ്, ഇനി എങ്ങാനും നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് കുത്തിപ്പൊന്തിച്ച് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല. വർഷങ്ങൾക്ക് മുന്നേ കുഴിച്ചു മൂടിയ സത്യങ്ങളൊക്കെ ഇനി നീ എങ്ങാനും പുറത്തെടുത്ത് കൊണ്ടുവന്നാൽ കമ്മീഷണർ നീ ഓർത്തു വെച്ചോ, നീ പിന്നെ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. ഇത് അർജുൻ പറയുന്ന വാക്കാണ് എന്നങ്ങ് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കമ്മീഷണർക്ക് ഇങ്ങനെ അരിശം വന്നുകൊണ്ടേ ഇരിക്കേണ്ടോ. അടക്കാനാവാത്ത ദേഷ്യത്തോടു കൂടി പല്ല് കടിച്ചുകൊണ്ടാണ് കേട്ടോ കമ്മീഷണർ അവിടെ നിൽക്കുന്നുണ്ടാവുക. കാരണം കമ്മീഷണറുടെ തോക്ക് അർജുൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അർജുൻ കമ്മീഷണറുടെ തലയിലേക്ക് ചൂണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ അർജുൻ നല്ല ദേഷ്യത്തോടു കൂടി തന്നെയാണ് അർജുൻ ആ കമ്മീഷണറോട് ഇക്കാര്യം പറയുന്നത്. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.